അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് യുണൈറ്റഡ് നേഷൻസും അവസാനിപ്പിക്കരുത് എന്നാഗ്രഹിക്കുന്നത് അമേരിക്കയും എന്ന നിലയിലേക്കല്ലേ വരുന്നത്. അതാണല്ലോ ഡിഫാക്ടോ. തറവാട്ടിലെ കാരണവരുടെ ഒരു മാനസികാവസ്ഥയാണ് ഇപ്പോഴും ട്രംപ് കൈവശം വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ മഹത്വം. ഐക്യരാഷ്ട്ര സംഘടനയിലും ട്രംപ് വിടുവായുത്തം എഴുന്നള്ളിച്ചു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ഒരു വ്യക്തിയുടെയോ രാജ്യത്തിൻ്റെ ചുമതലയാണോ യുണൈറ്റഡ് നേഷൻസിൻ്റെ ചുമതലയാണോ? ഇതാ യുണൈറ്റഡ് നേഷൻസ് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്താണ്? ഒരു കാലത്ത് ലോക പോലീസായിരുന്ന അമേരിക്ക, അതിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ തൻ്റെ സങ്കടം തുറന്നു പറയുകയാണ്. ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു ഫീലിംഗ് അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സഭയിൽ ഇപ്പോൾ 2 ദിവസമായി നാം കാണുന്നത്. ഒരു ജന്മികുടിയാൻ വ്യവസ്ഥയുണ്ടായിരുന്ന കാലത്തെ തറവാട്ടിലെ കാരണവരുടെ ഒരു മാനസികാവസ്ഥയാണ് ഇപ്പോഴും ട്രംപ് കൈവശം വെച്ചിരിക്കുന്നത്. ആ വ്യവസ്ഥയൊക്കെ മാറി, ലോകം മാറിക്കഴിഞ്ഞു. ഏകധ്രുവ സംവിധാനം പഴങ്കഥയായി മാറിക്കഴിഞ്ഞു. പക്ഷേ അമേരിക്കയുടെ ലോക പോലീസ് എന്ന നിലയിലും ലോകത്തിൻ്റെ വിധാതാവ് എന്ന നിലയിലുമുള്ള ഒരു റോൾ, അത് വേണ്ട രീതിയിൽ തങ്ങളുടെ മാടമ്പിത്തരം ലോകം അംഗീകരിക്കുന്നില്ല, ലോക രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊരു ചിന്ത ട്രംപിനെ എങ്ങനെയോ ഭരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ്. മാടമ്പിത്തരം മാത്രമാണോ ഈ നൊബേൽ സമ്മാനം അദ്ദേഹം ആഗ്രഹിച്ചല്ലോ? 7 യുദ്ധത്തെക്കുറിച്ച് എണ്ണി പറയുകയാണത്. ഏതോ ഒരു മലയാള സിനിമയിൽ പ്രത്യേക അവാർഡിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ശുംഭൻ്റെ ചിത്രം തെളിഞ്ഞു വരുന്നത്. സമാനമായ രീതിയിലാണ് ഒരു ട്രംപിൻ്റെ മോഹം. അപ്പം നിങ്ങൾ എൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ മഹത്വം. എന്നെക്കുറിച്ച് മറ്റാരെങ്കിലും പറഞ്ഞില്ല എങ്കിൽ ഞാൻ തന്നെ എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ കമ്മിറ്റികളൊക്കെ കേൾക്കുന്ന കാര്യമാണ്. മറ്റാരും എൻ്റെ പേര് പറയാനില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ സ്വയം എൻ്റെ പേര് പറയുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഐക്യരാഷ്ട്ര സംഘടനയിലും ട്രംപ് വിടുവായുത്തം എഴുന്നള്ളിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. താൻ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. കോസവോ സെർബിയ യുദ്ധം അവസാനിപ്പിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പ്രശസ്തമായ അവസാനിപ്പിക്കലാണ്. 40ാമത്തെ തവണയാണ് അദ്ദേഹം അത് പറയുന്നത്. 40ാമത്തെ തവണ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗിന്നസ് ബുക്കിൽ പേര് 40 തവണയൊക്കെ ഒരേ കാര്യം തന്നെ പറയുകയും അതിനൊന്നും തന്നെ റെസിസ്റ്റൻസ് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത്, അതിനൊരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയാൽ അത് ട്രംപിനെ കിട്ടും. അങ്ങനെ പല യുദ്ധങ്ങളാണ്. ഇതൊക്കെ ട്രംപ് മറക്കുന്നൊരു കാര്യമുണ്ട്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ഒരു വ്യക്തിയുടെയോ രാജ്യത്തിൻ്റെ ചുമതലയാണോ യുണൈറ്റഡ് നേഷൻസിൻ്റെ ചുമതലയാണോ? ഇതാ യുണൈറ്റഡ് നേഷൻസ് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്താണ്? ഹമാസ് ഇസ്രായേൽ യുദ്ധം, ഗാസയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവരുമ്പോൾ സെക്യൂരിറ്റി കൗൺസിലിലെ 14 അംഗരാജ്യങ്ങൾ വെടിനിർത്തൽ പ്രമേയത്തിന് അനുകൂലമായി നിൽക്കുമ്പോൾ അത് അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ അമേരിക്ക മാത്രമാണ് അതിനെതിരെ നിൽക്കുന്നതും വീറ്റോ പ്രയോഗിക്കുന്നതും. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് യുണൈറ്റഡ് നേഷൻസും അവസാനിപ്പിക്കരുത് എന്നാഗ്രഹിക്കുന്നത് അമേരിക്കയും എന്ന നിലയിലേക്കല്ലേ വരുന്നത്. അതാണല്ലോ ഡിഫാക്ടോ. ഇത് കൂടുതൽ അമേരിക്ക എക്സ്പോസ്ഡ് ആകുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിലെ 193 രാജ്യങ്ങളിൽ ഏതാണ്ട് 157 രാജ്യങ്ങൾ വ്യക്തമായ നിലപാടെടുത്തു കഴിഞ്ഞു. പലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം സാധ്യമാവണം, അതിനുവേണ്ടി തങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ്. അതിനുവേണ്ടി കായികമായി സംഘടിക്കുന്നു എന്ന നിലയിലല്ല, പക്ഷേ ആ കോസിന് വേണ്ടി. ഹമാസിന് അനുകൂലമല്ല, പക്ഷേ പലസ്തീൻ അനുകൂലമായി. രണ്ടാണ്. ഹമാസിന് വേണ്ടി അല്ല, പലസ്തീന് വേണ്ടി. ഇവിടെ അമേരിക്ക ഒറ്റപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന മട്ടിൽ ട്രംപിൻ്റെ ജൽപ്പനങ്ങൾ വരുന്നു. തന്നെ വളഞ്ഞു വെച്ച് യുണൈറ്റഡ് നേഷൻസ് ആക്രമിക്കുന്നു. സംഭവം എവിടെയാണ്? ന്യൂയോർക്ക് സിറ്റിയാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി സമ്മേളനം നടക്കുന്നത് ന്യൂയോർക്കിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്താണ്, അമേരിക്കയുടെ മണ്ണിലാണ്. അവിടെ അമേരിക്കയുടെ നാഥൻ ഇടയൻ, അമേരിക്കയുടെ നമ്പർ 1 ഫസ്റ്റ് സിറ്റിസൺ, അദ്ദേഹം കടന്നു വരുന്നു. UN ആസ്ഥാന മന്ദിരം, അതിലേക്ക് കടന്നു വരുമ്പോൾ മുകൾ നിലയിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ എസ്കലേറ്ററിൻ്റെ ആദ്യ പടിയിൽ ചവിട്ടിയപ്പോൾ ടപ്പെന്ന് നിൽക്കുകയാണ് എസ്കലേറ്റർ. അത് യുണൈറ്റഡ് നേഷൻസിലെ ചില ജീവനക്കാർ കരുതിക്കൂട്ടി തനിക്ക് റോഡ് ബ്ലോക്ക് സൃഷ്ടിക്കുകയാണ്. തൻ്റെ ഭാര്യയ്ക്ക് നല്ല ആരോഗ്യമുള്ളത് കൊണ്ട് മാത്രം മുന്നോട്ട് ആഞ്ഞ് വീഴാതെ
തങ്ങൾക്ക് പടി കയറി പോകാൻ പറ്റി. അപ്പോൾ മെലാനിയയും ട്രംപിനെയും എസ്കലേറ്ററിലൂടെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ധ്വനി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ട്. അവിടെ നിന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പറയുമ്പോൾ നോക്കിയപ്പോൾ ഡിജി പ്രോംപ്റ്റർ വർക്ക് ചെയ്യുന്നില്ല. പല നേതാക്കളും അവരുടെ വാഗ്വിലാസങ്ങൾ കാട്ടുന്നത് ഒരു അനർഗളമായ പ്രഭാഷണ ശൈലി ഉള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവർക്ക് പ്രോംപ്റ്റ് ചെയ്യാനായി അവരുടെ മുമ്പിൽ അദൃശ്യമായി എഴുതി കാട്ടുന്ന ഡിജി പ്രോംപ്റ്റർ സംവിധാനമുണ്ട്. നരേന്ദ്രമോദി അത് സമൃദ്ധമായി ഉപയോഗിക്കുന്നു, ഡൊണാൾഡ് ട്രംപ് ഉപയോഗിക്കുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഈ സ്വതസിദ്ധമായ രീതിയിൽ എക്സ്റ്റംപറി സംസാരിക്കാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം അതിൽ ഉസ്താദാണ് താനും. അദ്ദേഹം അത് കയ്യോടെ അത് ചൂണ്ടിക്കാട്ടുകയാണ്. UN മനഃപൂർവ്വമായി തൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താനായി ഡിജി പ്രോംപ്റ്റർ അട്ടിമറിച്ചിരിക്കുന്നു. പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഭാര്യയോട് ചോദിച്ചു, നീ വല്ലതും കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു? മെലാനി പറഞ്ഞു, ഞാനൊന്നും കേട്ടില്ല, കാരണം എൻ്റെ ഇയർഫോൺ തകരാറിലായിരുന്നു. അവിടെ കുഴപ്പമാണ്, ഭാര്യയുടെ ഇയർഫോൺ അട്ടിമറിച്ചിരിക്കുന്നു. എങ്ങനെ നോക്കിയാലും തൻ്റെ ദിവസമായിരുന്നില്ല അത് യുണൈറ്റഡ് നേഷൻസ് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന രീതിയിൽ ഒരു പ്രയോഗം വരുമ്പോൾ വിഖ്യാതരായ ആളുകൾ ഇതിൻ്റെ കസേരയാണ് അമേരിക്കൻ പ്രസിഡന്റിന് ഓർക്കണം. അങ്ങനെ ഒരാൾ വിഡ്ഢിവേഷം കിട്ടുന്നതിന് അതിരില്ലേ? അപ്പോൾ ആ രീതിയിലാണ് ട്രംപിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, ഉക്രൈനെക്കുറിച്ച് വലിയൊരു കാര്യം പറഞ്ഞു വെച്ചു. അത് ട്രംപിൻ്റെ ഇൻകൺസിസ്റ്റൻസിയുടെ പാരമ്യം. റഷ്യ ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അവരങ്ങ് കൊണ്ടുപോകട്ടെ, എൻ്റെ പൊന്നപ്പ, അവർ കൊണ്ടുപോകട്ടെ, പുടിൻ കൊണ്ടുപോയി പണ്ടാരം മടങ്ങട്ടെ എന്ന് പറഞ്ഞിരുന്ന ട്രംപ് സെലൻസ്കിയോട് ഇപ്പോൾ പറയുന്നു, അല്ല, നിങ്ങളിൽ നിന്നും റഷ്യ പിടിച്ചെടുത്ത പൂർണ്ണ പ്രദേശങ്ങളും മോചിപ്പിക്കും വരെ അമേരിക്ക ഉക്രൈനോടൊപ്പം നിൽക്കും എന്ന് സെലൻസ്കിക്ക് ഉറപ്പ് കൊടുക്കുന്നു. ഇത് കുറുപ്പിൻ്റെ ഉറപ്പ് പോലെ ഉള്ളൂ. യഥാർത്ഥത്തിൽ എത്രത്തോളം പ്രായോഗികമാകും എന്നറിയില്ല. അതുകൊണ്ട് മാറ്റിയും മറിച്ചും പറയുന്ന ട്രംപിനെ ഐക്യരാഷ്ട്ര സംഘടനയിലും കാണുന്നു. ഇന്ത്യയെക്കുറിച്ച് പറയാവുന്ന ചള്ളും മുട്ടും എല്ലാം പറഞ്ഞു വെച്ചു. ചൈനയെക്കുറിച്ചും, ചൈനയും ഇന്ത്യയുമാണ് റഷ്യൻ യുദ്ധം ഇൻ ഉക്രൈൻ ഫണ്ട് ചെയ്യുന്നത്. അതാദ്യമായിട്ടല്ല പറയുന്നത്. പക്ഷേ ലോകവേദിയിൽ 193 രാജ്യങ്ങളുടെ പ്രതിനിധികളെ സാക്ഷി നിർത്തി ഇതൊക്കെ പറയാൻ അപാര തൊലിക്കെട്ടിയും ചങ്കൂറ്റവും ആവശ്യമുണ്ട്. ട്രംപ് ഏതാണ്ട് ലോകത്തോടായി യുദ്ധപ്രഖ്യാപനം നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുതന്നെ വീക്ക്നെസ്സിൻ്റെ ലക്ഷണമാണ്. സ്ട്രെങ്ത് ഓഫ് എ ബ്രേവ് മാൻ ഈസ് ഹിസ് എബിലിറ്റി ടു ഗോ സ്ലോ, അല്ലെങ്കിൽ സ്ലോ ആയി, സ്റ്റഡി ആയി, സ്റ്റേൺ ആയി നിൽക്കുക. മാറ്റി പറയില്ല. പുട്ടിനെ നോക്കൂ, അദ്ദേഹം പറയുന്നത് ശുദ്ധ വങ്കത്വമായി ആയെങ്കിലും ആ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല. ഉക്രൈൻ ആക്രമിച്ചു, ഒന്നും ന്യായമായ കാര്യമല്ല. ഇത്തരം പ്രസ്ഥാനങ്ങളുമായി രംഗത്ത് വരുന്ന കണ്ടിട്ടില്ല. ഒരിക്കലും പുട്ടിൻ്റെ വായിൽ നിന്നും യാതൊരു വിടുവായും കേട്ടിട്ടില്ല. ഷീ ജിൻപിങ്ങിനെ നോക്കൂ, അദ്ദേഹം നമുക്കത്ര യോജിക്കാവുന്ന ഒരാളല്ല. ചൈനയുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റാണ്, പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്, സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ചെയർമാനാണ്. ഷീ ജിൻപിങ് അളന്നെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ്. കിം ജോങ് ഉന്നിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമേ ചിലപ്പം വലിയ പ്രസ്താവനകൾ കേൾക്കാറുള്ളൂ. അതുതന്നെ ചില മിസൈൽ പരീക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പ്രസ്താവനകളാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപിന് ഒരു ലൈസൻസ് ഉള്ളതുപോലെ. ഇത്തരം പരാമർശങ്ങൾ നിരന്തരം നടത്തുന്ന പാകിസ്ഥാനിലെ മന്ത്രിമാരാണ്. അപ്പം അത്രത്തോളം താന്നിരിക്കുകയാണല്ലേ. പാകിസ്ഥാൻ്റെ നിലവാരത്തിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് താണോ? അസിം മുനീറിൻ്റെ നിലവാരത്തിലേക്ക് പാകിസ്ഥാൻ്റെ അദ്ദേഹത്തോടാണോ സംസാരിക്കേണ്ടത്? പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? അസിം മുനീർ ആരാണ്? അദ്ദേഹം സൈനിക മേധാവി മാത്രമാണ്. ജനറൽ അസിം മുനീർ, ഇപ്പോൾ ഫീൽഡ് മാർഷൽ അസിം മുനീർ പാകിസ്ഥാൻ്റെ. അദ്ദേഹത്തെ 2 പ്രാവശ്യം വൈറ്റ് ഹൗസിൽ വിളിച്ച് വിരുന്ന് നൽകിയതിനു ശേഷം അദ്ദേഹം തൻ്റെ സമനായി കണ്ടുകൊണ്ട്, അത് ഭൗമരാഷ്ട്രീയം മാത്രമാണ്, ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ ഇന്ത്യക്ക് വേദനിക്കും. പാകിസ്ഥാനുമായി എന്ത് അടുപ്പം അമേരിക്ക കാട്ടിയാലും ഇന്ത്യക്ക് അത് വേദനിക്കും എന്ന ഒരു ചിന്ത അദ്ദേഹത്തെ ഭരിക്കുന്നു. ഇപ്പോൾ ഇതാ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക കരാറ് ഏർപ്പെട്ടിരിക്കുന്നു. അതിന് പിന്നിലും ട്രംപിൻ്റെ കുശാഗ്ര ബുദ്ധി അല്ലെങ്കിൽ അപകർഷതാബോധത്തിൽ അധിഷ്ഠിതമായ ഒരു തരം സർവൈവൽ ബുദ്ധി പ്രവർത്തിച്ചു എന്ന് കരുതുന്നവരുണ്ട്. അല്ല എങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല. സൗദി ഒരു അമേരിക്കൻ അലയാണ്. ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ അമേരിക്ക